എല്ലാ പുരാണ കഥകളിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം ഉണ്ട്. അതുകൊണ്ടാണ് ശിവരഹസ്യം, വിഷ്ണു രഹസ്യം, ചിദംബര രഹസ്യം എന്ന് പറയുന്നു. രഹസ്യം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കാത്തതെന്നില്ല, നമുക്ക് കേൾക്കാൻ യോഗമുണ്ടാകാത്തത് എന്ന് ആണ്. അപ്പോൾ ചില സ്ഥലത്ത് ചില പൂട്ട് തുറക്കേണ്ട കാര്യമൊക്കെ നമ്മൾ അറിയാതിരുന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. ഇപ്പം തന്നെ കേരളം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ താമസിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ചിലയിടത്തിൽ സൗകര്യമില്ലെങ്കിൽ സ്റ്റാർ ഹോട്ടലിൽ ഇട്ട് കൊണ്ടുപോയി പാർപ്പിച്ചാൽ എനിക്ക് ഈ വാതിലടയ്ക്കുക, തുറക്കുക, അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ലൈറ്റും ഉണ്ടാവില്ല. അപ്പോൾ ആ താക്കോലൊരു അതൊക്കെ ഇപ്പോൾ കുറച്ച് കോമണായി, താക്കോൽ ഒരിടത്ത് വെച്ചാലേ പറ്റുള്ളൂ. ഇതിൻ്റെ പൂട്ട് തുറക്കൽ, എങ്ങനെയാണ് താഴോട്ട് വെയിറ്ററെ വിളിക്കേണ്ടത് മുഴുവനെ അറിയാത്തോടത്തോളം കാലം നമുക്കത് രഹസ്യം ആണ്. അപ്പം രഹസ്യമാണ് എന്ന് പറയണത് നമുക്കതിനെപ്പറ്റി വിവരം ഇല്ല എന്നേ ഉള്ളൂ. അതിപ്പോൾ അറിയണവർക്ക് ഒരു തവണ പഠിച്ചു കഴിഞ്ഞാൽ പരസ്യമാണ്. കഥകൾ ഉണ്ടാക്കിയത് ഈ രഹസ്യത്തെ പെട്ടെന്ന് മനസ്സിലാക്കാനാണ്. മനസ്സിലായില്ലെങ്കിലും എല്ലാവരും കഥ പറയും. കുറേ കഴിഞ്ഞ് കഥയുടെ ആഴം മനസ്സിലാക്കും. ശിവശക്തിയാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത്. ശിവൻ നഷ്ടപ്പെട്ടാൽ ശവമായി മാറും. ഈ ശിവശക്തിക്ക് രണ്ട് ഭാഗമുണ്ട്. നമ്മുടെ മസ്തിഷ്കത്തിന് ഇടതുഭാഗ മസ്തിഷ്കവും വലതുഭാഗ മസ്തിഷ്കവും ഉണ്ട്. ഇതിൽ ആൽഫ മൈൻഡ് പവർ, അതിൻ്റെ ക്ലാസ് മണിക്കൂറുകളോളം എടുക്കേണ്ട ഒരു വിഷയമാണ്. അത് പ്രാക്ടീസ് ചെയ്യുന്നവർ ആ ഭാവത്തെയാണ് ഉദ്ദീപിക്കുക. അത് പൊതുവെ ഒരു പുതിയ പദ്ധതിയാണ്, നിത്യജീവിതത്തിൽ നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ്. അവരുടെ സങ്കല്പങ്ങൾ പ്രാവർത്തികമാവും. അവരുടെ അടുത്ത് ഓരോരുത്തർ വന്നിട്ട് എനിക്ക് ഇന്ന കാര്യം സാധിപ്പിച്ചു കൊടുക്കണം എന്ന് പറയാറുണ്ട്. ഭാരതത്തിൽ 1 കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന ഒരാളുണ്ട്. അയാൾ സങ്കല്പിക്കുന്നത് പ്രാവർത്തികമാക്കുക. അങ്ങനെ പ്രതിഫലം പറഞ്ഞു വാങ്ങണമെന്നുള്ള അർത്ഥത്തിൽ പറയല്ല. ഇടത് മസ്തിഷ്കത്തിനെയാണ് ഇപ്പോൾ നമ്മൾ കൂടുതൽ വികസിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കൈകളിൽ 2 കൈകൾക്ക് ഒരേമാതിരി ശക്തിയില്ലേ? ഇടത് കൈ കൊണ്ട് പലതും ചെയ്യാൻ കഴിയില്ലല്ലോ. എന്താ കാരണം? ചെറുപ്പം മൂലക്കെ ഒരു കാര്യം ചെയ്താൽ അമ്മ പറയും വലത്തെ കൈ കൊണ്ട് ചെയ്യ്, വലത്തെ കൈ കൊണ്ട് ചെയ്യ്. ടോയ്ലറ്റിൽ പോയാൽ മാത്രം ആവശ്യമുള്ളതാണ് പലപ്പോഴും ഇടത്തെ കൈ. അത് ഇവിടുന്നേ പഠിച്ച് വലത്തെ കൈ കൊണ്ട് പറ്റില്ല പറഞ്ഞാൽ വലത്തെ കൈയിനെ ട്രെയിൻ ചെയ്യിച്ചിട്ടില്ല. അപ്പോൾ ഈ 2 കൈകൾക്കും വലത് കൈ പോലെ ഇടത് കൈയിനെ ട്രെയിൻ ചെയ്യിച്ചാൽ 2 ഒരേ മാതിരിയാണെന്ന് പറഞ്ഞ പോലെ നാം ഇപ്പോൾ ഈ ഇടത് മസ്തിഷ്കത്തിനെ മാത്രമാണ്, അതാണ് ലോജിക്കിൻ്റെ ലോകം. ലോജിക്ക്. ഒരു സാധനം ദോശ വാങ്ങണമെങ്കിൽ കീശയിൽ പൈസ വേണമെന്ന് പറഞ്ഞ മാതിരി നമ്മുടെ സാധാരണഗതിയിലുള്ള ശാസ്ത്രബോധം, അറിവ്, ഇതൊക്കെ ലോജിക്കിൻ്റെ ലോകമാണ്. പരീക്ഷ പാസ്സാവണമെങ്കിൽ അതുപോലെ പഠിക്കണം എന്ന് പറയുന്നത് ലോജിക്കിൻ്റെ ലോകമാണ്. അതൊരു തരം ശക്തിയാണ്, പവറാണ്. അതിൽ നിന്നാണ് പർവ്വ എന്നുള്ളൊരു വാക്കുണ്ടായത്. അതാണ് പാർവതി. ഈ 2ഉം കൂടി ചേർത്ത് ഒട്ടിച്ചതാണ് അർദ്ധനാരീശ്വരൻ. നമ്മളിൽ ഒരു അർദ്ധനാരീശ്വരുണ്ട്, എല്ലാവരിലും. ഒരു സ്ത്രീയിൽ നല്ലൊരു ഭാഗം പുരുഷനാണ്, പുരുഷന് നല്ലൊരു ഭാഗം സ്ത്രീയും ഉണ്ട്. അതിൻ്റെ വേർതിരിവ് കൃത്യമാണ്. സ്ത്രൈണഭാവം നമ്മളിൽ വേണം. വലിയ ആധ്യാത്മിക ആചാര്യന്മാർ മിക്കവാറും ഭാരതത്തിൽ ഒരുവിധക്കാരെയൊക്കെ പോയിട്ട് കാണാനും ആശയവിനിമയത്തിനും അവസരമുണ്ടായിട്ടുണ്ട്.
അവരിൽ ചെറിയൊരു സ്ത്രൈണഭാവമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചറിയാം. താനി പൗരുഷമല്ല അവരുടെ മുഖത്ത് കാണാൻ, അവരുടെ വർത്തമാനത്തിലും പുഞ്ചിരിയിലും. അതിൻ്റെ കാരണം സ്നേഹത്തിൻ്റെ മൂർധന്യമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ മാതൃത്വമാണ്. അപ്പോൾ ഇവരിലൊരു മാതാവ് വന്നു. ഇവരിലൊരു മാതാവിൻ്റെ സ്നേഹം ഇവരിൽ വരുമ്പോൾ, ഇവർ ഉപദേശിക്കുമ്പോൾ ആ മാതാവ് വരുന്നത് കൊണ്ടാണ്. കാഴ്ചയിൽ പുരുഷനായിരിക്കും, താടിയൊക്കെ വെച്ചിട്ടുണ്ടാവും. താനീ കുട്ടികളെ പോലെ എന്താ മോനേന്ന് അമ്മ പറഞ്ഞ പോലെ ഇവർ സംസാരിക്കാനുള്ള കാരണം ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ട്. ഈ രണ്ട് ഭാഗത്തിൽ ആൽഫ മൈൻഡിനെ പ്രോത്സാഹിപ്പിക്കുക, അതിനെയാണ് ആഴമനസ് എന്ന് പറയുന്നത്. അതിനെ പ്രോത്സാഹിപ്പിച്ചവരെയാണ് തമിഴ്നാട്ടിൽ ആഴ്വാർമാർ എന്ന് പറയുന്നത്. നാം അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ട്രെയിനിങ് കിട്ടിയാൽ പല സങ്കല്പവും, ഈ സങ്കല്പത്തെ വാശിയോടുകൂടി ഓരോന്ന് സങ്കല്പിക്കുക എന്നല്ല, വളരെ ശ്രദ്ധിക്കണം. നമ്മളടുത്ത് ഒരാൾ വന്നിട്ട് ഒരു കാര്യത്തിനാണ് തോന്നുമ്പോൾ നമ്മൾ അയാളെ സഹായിക്കും. പരീക്ഷിക്കാൻ വന്നാലോ, നിങ്ങൾ തരുമോ എന്നറിയാൻ ചോദിച്ചാണ് ഈ വീട് ഇക്കീട് തരുമോ, ഇവിടെ നമുക്ക് 5 വീടില്ല, ഇന്നത്തെ വീട് എന്തിനാ നമ്മൾ കൊടുക്കുമോ? അവിടെ ഒരു പരീക്ഷണത്തിൻ്റെ ഒരു സ്വഭാവം വന്നു. നാച്ചുറലായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ പറയും. അത് നേടാനായിട്ട് കഴിയും. അതെങ്ങനെയാണ് നേടുക എന്നുള്ളത് വളരെ ആഴമുള്ള വിഷയമാണ്. ഈ രണ്ട് ഘടകങ്ങളും കൂടി ചേർന്ന് എപ്പോഴും തർക്കിക്കുന്നുണ്ട്. അതിൻ്റെ കഥാരൂപമാണ് ശിവനും പാർവതിയും കൂടി എപ്പോഴും തർക്കം ഉണ്ടാവുന്നത്. രണ്ടാളും കൂടി ഇടയ്ക്കിടയ്ക്ക് ചൂടാവും, പാർവതി ദേഷ്യപ്പെട്ടു പോവും. എന്നിട്ട് അവസാനം ശിവൻ്റെ അടുത്തേക്ക് തന്നെ രോഗിയായിട്ട് വരുന്നുള്ള കഥയുടെ അർത്ഥം, നമ്മളിൽ ഈ രണ്ട് കാര്യം പ്രവർത്തിക്കുമ്പോൾ ജീവിക്കാൻ കാശ് വേണം, എന്തിനും കാശ് വേണം, കാശാണ് ഏറ്റവും വലുത്, അതുകൊണ്ട് പണം ഉണ്ടാക്കുക, 90 വയസ്സായിരുന്നാലും എത്രമാത്രം ഉണ്ടാക്കി വെക്കാമെന്നിങ്ങനെ പറയുകയും ജീവിക്കുകയും ചെയ്ത് ഇടയ്ക്ക് ഒരു സംശയം, അല്ല മരിച്ചു പോകുമ്പോഴത്തേക്ക് കൊണ്ടുപോകുക, ഇത് കംപ്ലീറ്റ് വേസ്റ്റല്ലേ, എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം? ഇടത് മസ്തിഷ്കം മറ്റാളോട് ചോദിക്കും. ഇതിൻ്റെ കഥാരൂപമാണ് ഉമാമഹേശ്വര സംവാദം. രാമായണത്തിൻ്റെ തുടക്കം തന്നെ ഉമ മഹേശ്വരനോട്, രാമൻ്റെ കഥ എന്താണെന്ന് വെച്ചാൽ രാമൻ എന്ന വ്യക്തിയുടെ കഥ എന്നല്ല, എന്താണ് ഈ ജീവിതത്തിൻ്റെ അർത്ഥം? അപ്പം പറയും, പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. തുടക്കത്തിൽ പാർവതിയെ വിളിച്ചു, ഇന്ന് ഇത് കേൾക്കാൻ തയ്യാറായിട്ടാണോ ഇരിക്കുന്നത്? സ്ത്രീകൾ വന്നിട്ട്, അല്ല ഗോപിയേട്ടാ, എനിക്ക് ആകെ മനസ്സമാധാനമില്ല, ആകെ പ്രശ്നമായി. ഇയാളുടെ മനസ്സിൽ 30 കൊല്ലമായിട്ട് ഇവള് പ്രശ്നം ഉണ്ടാക്കുന്നറിയാം. അപ്പോൾ പറയുക, ഇരിക്ക്, ക്ഷമാപൂർത്തി, കുക്കിംഗ് ഗ്യാസ് ഓഫ് ചെയ്തോ? അല്ല ഓഫ് ചെയ്തില്ല. അപ്പോൾ പിന്നെ ഇരിക്കാൻ തയ്യാറായിട്ടല്ലാന്നൊരു തീർച്ചയായില്ലേ? ഉമ്മറവാതിൽ അടഞ്ഞു കിടക്കുകയാണോ? പൂച്ച കയറും. അയ്യോ, അത് നോക്കിയിട്ടില്ല. ഉമ്മറവാതിലടച്ച് കുക്കിംഗ് ഗ്യാസ് ഓഫ് ചെയ്ത് ടെൻഷനില്ലാതെ, അല്ല 8:30 സീരിയൽ, ഇന്ന സീരിയൽ അടങ്ങും, അപ്പം ശരിയാവില്ല. അതാണ് തുടക്കത്തിൽ പാർവതിയെ ഇരിക്കാൻ തയ്യാറാണോ, ഇരുന്ന് കേൾക്കേണ്ടതാണ്. നമ്മളുടെ വലത് മസ്തിഷ്കം പറയുകയാണ്, ഇത്ര കാലം ജീവിച്ചു, എങ്ങനെ ജീവിച്ചു? എന്നോട് വളരെ കൊല്ലങ്ങൾക്ക് മുമ്പേ കുഞ്ഞുണ്ണി മാഷ് വീട്ടിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, കുഞ്ഞുണ്ണി മാഷായിട്ട് വളരെ അടുത്ത ഫ്രണ്ടാണ്, എപ്പോഴും വീട്ടിൽ വരണ ഫ്രണ്ട്സ്, അല്ല പിയാർന്നോ അത് ഗംഗയെ കുളിച്ചോ? അവനിക്ക് വളരെ ചെറിയ പ്രായം. ഞാൻ പറഞ്ഞില്ല. ഹിമാലയം കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കണ്ടിട്ടില്ല മാഷെ, അങ്ങോട്ടൊന്നും പോയിട്ടില്ല. എന്നാ പോക്ക. ഇതങ്ങോട്ട് തറച്ച് ഭാഷയിൽ പറഞ്ഞത്. ആ ഗംഗയെ കുളിച്ചിട്ടുണ്ടോ? ഗംഗയെ കുളിക്കുക, ഹിമാലയം കാണുക, കേദാർനാഥിൽ പോകുക, അതിവിശിഷ്ടമായിട്ടുള്ള കേന്ദ്രങ്ങൾ സന്ദർശിക്കുക, മഹത്തായ വ്യക്തികളുടെ വചനങ്ങൾ കേൾക്കുക,
ക്ലാസിക്കൽ ഗ്രന്ഥങ്ങൾ കാലാകാലമായിട്ട് നിൽക്കുന്നതാണ്, അത്യന്താധുനികമല്ല. ഇപ്പോൾ വായത്തോന്ന് എഴുതിയിട്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ അത് പുതിയ റീപ്രിൻ്റ് തന്നെ വരില്ല. മലയാളത്തിൽ കിട്ടിയ അവാർഡ് കിട്ടിയ എത്രയോ പുസ്തകത്തിൻ്റെ പുതിയ പ്രിൻ്റ് ഇറങ്ങിയിട്ടില്ല. ആദ്യം 500 കോപ്പി അടിച്ചിട്ട് അവാർഡും കിട്ടിയിട്ട് ആരാപ്പതൊക്കെ വായിക്കണം. പക്ഷേ കാലഘട്ടത്തിന് അതിജീവിച്ച കൃതികൾ ഇവിടെ ഉണ്ട്. വായിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്ത് ജീവിതം നയിച്ച്? തീർത്ഥാടനം പോയോ? ഇല്ല. ഒരു ദിവസം എത്ര തവണ പൊട്ടിച്ചിരിച്ചു? ഇതല്ലേ ജീവിതത്തിൻ്റെ ഐശ്വര്യം. അയ്യോ, ഞാൻ ചിരിക്കാറില്ല, ഭാര്യയോടും മക്കളോടും ചിരിച്ചാൽ മതി. ഇവർ തമ്മിലുള്ള ഈ സംവാദത്തിൻ്റെ പേരാണ് രാമായണത്തിൻ്റെ തുടക്കം, ഉമാമഹേശ്വര സംവാദം. അതിൻ്റെ കഥാരൂപമാണ് എന്താണ് രാമൻ്റെ കഥയുടെ പ്രാധാന്യം എന്ന്. അത് സാധാരണഗതിയിൽ ഭൗതിക തലത്തിൽ ഒരു മഹാപണ്ഡിതൻ പറഞ്ഞത്, വാൽമീകി എഴുതിയത് സ്പീഡിൽ എഴുതി. പഠിക്കാൻ അത് വായിച്ച് ചെറുതായിട്ടൊന്ന് മനസ്സിലാവണമെങ്കിൽ 1000 കൊല്ലം വേണം. 1000 വർഷം വേറെ പണിക്ക് പോകരുത്, തന്നെ ചെയ്യണം. എഴുതൽ കുറച്ചും കൂടി സ്പീഡ് കഴിഞ്ഞു 300 കൊല്ലം കൊണ്ട് എഴുതിയെന്നാണ് പറഞ്ഞത്. അത് എഴുതാൻ എന്തോ ആവട്ടെ, അതിൻ്റെ വാസ്തവത്തിലേക്കല്ല, അത്ര തത്വങ്ങൾ അതിൻ്റെ പിറകിലുണ്ട്. അത് നമ്മൾ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ഉമാമഹേശ്വര സംവാദം എന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.